ശ്രീ ഹരിശ്രീ അശോകൻ ടെലിഫോൺ ലൈനിലുണ്ട്. നടൻ ശ്രീ ഹരിശ്രീ അശോകൻ, നമ്മൾ ശ്രീനിവാസന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കുറച്ച് നാളുകളായി ആശങ്കയുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്ര പെട്ടെന്നൊരു അന്ത്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ഇപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇല്ലില്ല, ഞാനിപ്പോ രാവിലെ 24 ചാനലിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ ഷൂട്ടിലായതുകൊണ്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ഞാനപ്പോ അത് കഴിഞ്ഞ് എന്റെ അടുത്ത സുഹൃത്തുക്കളെ വിളിച്ചപ്പോ ശരിയാണെന്ന് പറഞ്ഞു. വലിയ നെറ്റിക്കുന്നൊരു വാർത്തയായി പോയി. അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കണ്ടിരുന്നോ ശ്രീ ഹരിശ്രീ? കണ്ടിട്ടുണ്ട്. ഞങ്ങള് പിന്നെ ഒരുമിച്ച് അഭിനയിച്ചതല്ലേ, അടുത്തൊന്നുമല്ല, എന്നാലും ഒരുമിച്ച് അഭിനയിച്ചാണ്. ഒരുമിച്ച് പടങ്ങൾ ചെയ്തിട്ടുമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. നടന്നതിനേക്കാൾ ഉപരി വളരെ അടുത്ത സുഹൃത്താണ്. ശ്രീനേട്ടൻ്റെ കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോണ അറിയില്ല. കാരണം മറന്നുപോകും, നമ്മൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും മറന്നുപോകും. അതൊരു മലയാള സിനിമയ്ക്ക് ഇപ്പൊ എല്ലാവരും പറയുമ്പോൾ മരിച്ചവൻ പറയുമ്പോൾ തീരാ നഷ്ടം തന്നെ. ഇത് തീരാ നഷ്ടം തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. നായകനായിട്ടും പിന്നെ ഉപനായകനായിട്ടും കൊമേഡിയനായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ എന്താ ശരിക്കും പറഞ്ഞൊരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്. ഒരു ജീനിയസ് അല്ലേ തിരക്കഥയിലൊക്കെയുള്ള? തീർച്ചയായിട്ടും. പിന്നെ സംസാര രീതി, നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ അനുഭവങ്ങൾ നമുക്ക് കിട്ടും. അദ്ദേഹത്തിന്റെ മദ്രാസിൽ പോയി സിനിമയ്ക്ക് അവസരം ചോദിച്ചിരുന്ന ആ സമയത്തുള്ള അനുഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല, കഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ വന്നൊരു നടനാണ്, അതൊരു വ്യക്തിയാണ്. ഓർക്കാനായിട്ട് എന്തോരം സിനിമകളാണ്. ഓടരുതമ്മവ, അലറിയും, ചിന്താവിഷ്ട, ശ്യാമള, പിന്നെ അതുപോലെ ഒരുപാട് സിനിമകൾ എടുത്തു പറയേണ്ട ഒരുപാട് സിനിമകളുണ്ട്. അതൊക്കെ ജനപ്രിയ ചിത്രം എന്ന് പറഞ്ഞിട്ട് 88 അതൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ചേട്ടന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ആളും കൂടിയാണ്. കഥയ്ക്കുള്ളതും നടനുള്ളതും അങ്ങനെ ഒരുപാട്. ഞങ്ങള് കണ്ണൂർ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ നേരം സംസാരിച്ചു. കാരണം വെച്ചാൽ നമുക്ക് ഒരു വ്യായാമമാണ്. ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നാൽ മതി. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കൂടുതലും കടന്നു വരുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് ശ്രീ ഹരിശ്രീ? എല്ലാ വിഷയങ്ങളെ കുറിച്ച് അറിയാമെന്ന് എനിക്ക് തോന്നണം. പുള്ളി നമ്മ എന്ത് സംസാരിച്ചു വന്നാലും അതിനെ കുറിച്ചിട്ട് പുള്ളിക്ക് ഇത് അറിയാം. അതാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. എങ്ങനെ ഇത് അപ്പൊ ഒരു തുണ്ട് കടലാസ് കിട്ടിയാലും ഇപ്പൊ പലചരക്ക് വാങ്ങിച്ചിട്ട് കിട്ടുന്ന ഒരു തുണ്ട് കടലാസിന്റെ അത് വായിക്കുന്ന അശോകൻ എന്നോട് പറഞ്ഞേക്കുന്നത്. അതിലെന്തെങ്കിലും ഉണ്ടാവും നമുക്ക്. അത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സിനിമേട്ടൻ. അത് എന്തായാലും മനസ്സിലങ്ങനെ സ്റ്റോറി ചെയ്യാനുള്ളൊരു തലച്ചോറ് സ്റ്റോറി ചെയ്യാനുള്ളൊരു ഭയങ്കര കഴിവുണ്ട് പുള്ളിക്ക്. 100-200 ചിത്രമൊന്നും അല്ലെന്ന് തോന്നാണ് അഭിനയിച്ചത്. അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് ഇപ്പൊ നേരത്തെ 200 ചിത്രങ്ങൾ അഭിനയിച്ചില്ലേ നമുക്ക് കിട്ടിയൊരു കണക്ക് ആണല്ലേ? ഓ ശരി. നന്ദി ശ്രീ ഹരിശ്രീ അശോകൻ. സംവിധായകൻ കമൽ ഒരുപക്ഷെ ഏറ്റവും അധികം ശ്രീനിവാസനെ കുറിച്ച് ഓർത്തെടുക്കാൻ പറ്റുന്ന സിനിമാ രംഗത്തെ ഏറ്റവും പ്രധാന വ്യക്തി കൂടിയാണ് ശ്രീ കമൽ. ബഹുമുഖ പ്രതിഭ. നമുക്കങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ നഷ്ടമാണ്, വേദനയാണ്, മലയാള സിനിമയുടെ തീരെ നഷ്ടമെന്നൊക്കെ പറയാം. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ശ്രീനിവാസൻ എന്ന മനുഷ്യൻ, ഒരു വലിയ ജീനിയസ് നഷ്ടപ്പെടുന്നത് സിനിമയ്ക്ക് ചില്ലറ തരത്തിലല്ല ആഘാതമുണ്ടാക്കുന്നത്. അതെ. ശ്രീനിവാസനെ പോലെ ഒരാള് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ബഹുമുഖ പ്രതിഭകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നടൻ എന്നുള്ള രീതിയിലായാലും ശരി, എഴുത്തുകാരൻ എന്നുള്ള രീതിയിലായാലും അദ്ദേഹം നൽകിയിട്ടുള്ള സിനിമകള് എന്താ പറയാ, മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സിനിമകൾ പരിശോധിച്ചു ഓരോ കാലഘട്ടത്തിലും. ഇന്നിപ്പോ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തില് രാഷ്ട്രീയക്കാരെ വിമർശിക്കുന്നതിനൊക്കെ തന്നെ, അതല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏത് മേഖലയിലും ഒരു അഴിമതിയുടെ അല്ലെങ്കിൽ അത്തരം പുഴുക്കുത്തുകളുടെ ഒക്കെ ഒരു കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ശ്രീനിവാസൻ സിനിമകളാണ് കോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കോട്ട് ചെയ്യപ്പെടുന്ന ഇതെന്ന് വെച്ചാൽ എന്താ പറയാ, അത് ഒരു വലിയൊരു കഴിവ് തന്നെയാണല്ലോ. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിലൂടെ ഒക്കെ തന്നെ ഇനി എത്രയോ കാലം അദ്ദേഹം മലയാള സിനിമയിൽ ജീവിക്കും. മലയാള സിനിമയിൽ മാത്രമല്ല ഈ സമൂഹത്തിൽ ജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം സിനിമ ജീവിതം എഴുത്തു തുടങ്ങിയ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞാൽ അറിയാം. അന്ന് ഈ തൊഴിലില്ലായ്മയും യുവാക്കൾ അരക്ഷിതാവസ്ഥയൊക്കെ ആയിരുന്നു ജീവിത യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ യാഥാർത്ഥ്യത്തിലൂടെ നിന്നുകൊണ്ട് വളരെ എന്താ പറയാ ഇമോഷണൽ ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കുന്നതിന് പകരം അതിൽ നർമ്മം കണ്ടെത്തി അതിലൂടെ ജനങ്ങളെ ചിന്തിപ്പിക്കാനുള്ള ഒരു വലിയ മിടുക്ക് അദ്ദേഹത്തിനുണ്ട്.
അദ്ദേഹം ആ രീതിയിലാണ് ഓരോ സിനിമകളെയും അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളെയും കണ്ടിരുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ കഴിവാണ്. അത് എല്ലാവർക്കും ഇല്ലാത്തതാണ്. നമ്മളിപ്പോ ഒരു പക്ഷേ സഞ്ജയനെ കുറിച്ച് എഴുത്തുകാരെന്നുള്ള രീതിയിൽ നേരത്തെ പറയും, പിന്നെ VK കുറിച്ച് പറയും. അതിന്റെയൊക്കെ ഒരു ശ്രേണിയിൽ സിനിമയിൽ വന്ന് അദ്ദേഹം ഒരുപക്ഷെ സിനിമയിലല്ലായിരുന്നു, ഒരു സാഹിത്യത്തിലായിരുന്നെങ്കിൽ അദ്ദേഹം ആ ഗണത്തിൽ വരുന്നൊരു എഴുത്തുകാരനായിട്ട് മാറേണ്ടതായിരുന്നു. പക്ഷെ സിനിമയിലൂടെ അദ്ദേഹം പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലെയും എന്താ പറയാ ദുഷിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം ശക്തമായിട്ട് തുറന്ന് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു എന്താ പറയാ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ നടൻ എന്നുള്ള രീതിയിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ശ്രീനിവാസനെ സ്നേഹിക്കുന്ന എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണ്. താങ്കൾക്കൊപ്പം മഴയത്ത് മുമ്പേ അഴകിയ രാവണൻ, ഒരുപിടി സിനിമകൾ, അത് ഓരോന്നും വ്യത്യസ്ത തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൂടിയാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതെ. ഇപ്പൊ ഞാനും ശ്രീനിവാസൻ ചെയ്ത സിനിമകളൊന്നും ഒരേപോലത്തെ സിനിമകളായിരുന്നില്ല. ഇപ്പൊ പാവന്മാർ രാജകുമാരൻ അദ്ദേഹത്തിന്റേതാണെങ്കിൽ വേണമെങ്കിൽ വടക്ക് കേന്ദ്രത്തിന്റെ ഒക്കെ ഒരു ഛായുള്ള ഒരു കഥാപാത്രമാണെന്നൊക്കെ നമുക്ക് പറയാം വേറെ രീതിക്ക്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ചെയ്ത സിനിമ ഇപ്പൊ ചമ്പക്കുളം വെച്ചനായാലും മഴയത്തുമ്പ് അഴകിരാവണനൊക്കെ നമുക്ക് ഇപ്പോഴും എല്ലാവരും പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു ഈ മനുഷ്യൻ ശങ്കർദാസ് എന്നുള്ള ഒരു കഥാപാത്രം ഒരു പരിച്ഛേദമാണ് ഈ സമൂഹത്തിന്. മഴയത്തുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു മാനസിക സംഘർഷങ്ങളുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കഥകൾ ശ്രീനിവാസൻ വേറെ തിരക്കഥയിൽ എഴുതിയിട്ടില്ല എനിക്ക് തോന്നുന്നു. ചമ്പക്കുളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനോ എനിക്കോ യാതൊരു പരിചയവുമില്ലാത്ത കുട്ടനാടൻ പശ്ചാത്തലത്തിൽ അവിടുത്തെ വള്ളംകളി, വള്ളം പണിയുന്നവരുടെയൊക്കെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി അത് കണ്ടെത്തി അതിലൂടെ കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം നിർമ്മിച്ചെടുത്തു എന്നൊക്കെ പറയുന്നത് ഒരു ശ്രമം. അദ്ദേഹത്തിനും വലിയ പരിചയമുള്ള സ്ഥലമായിരിക്കും. അദ്ദേഹം പാട്ടിത്തുകാരനൊക്കെ ആണല്ലോ അല്ലെ. പിന്നീട് അദ്ദേഹത്തിന്റെ അറിവുകളിൽ നിന്നും വായനയിൽ നിന്നും നേരിട്ട് കണ്ടതിൽ നിന്നും ഒക്കെ രൂപീകരിക്കപ്പെട്ട ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് യാതൊരു പരിചിതമില്ലാത്ത സ്ഥലമാണ് മറ്റേ കുട്ടനാടെന്ന് പറഞ്ഞത്. അവിടെ പോയി അദ്ദേഹം കഥ കണ്ടെത്തുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാൻ ഞാൻ അതാണ് പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സമസ്ത ജീവിതത്തിന്റെ മേഖലയിൽ കേരളത്തിന്റെ ഓരോ പ്രദേശത്തെയും മനുഷ്യരുടെ കഥകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിരക്കഥ എഴുതാനിരിക്കുന്ന ഒരു കാലമുണ്ട്. അതൊരു സുവർണ കാലം എന്ന് തന്നെ പറയാം. അതിപ്പോ ഞാൻ മാത്രമല്ല എന്റെ സഹപ്രവർത്തകരെ എല്ലാവരോടും ചോദിച്ചാൽ ശ്രീനിവാസനായിട്ട് തിരക്കഥ എഴുതാനിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മളെയൊക്കെ പ്രചോദിപ്പിച്ചിട്ടുള്ളത്, ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. കാരണം അതിൽ തമാശകൾ കടന്നു വരും, ആത്മവിമർശനം വരും, മറ്റുള്ളവരെ വിമർശിക്കുന്നവരും ഒക്കെ വരും. എങ്കിൽ പോലും അതിൽ നിന്നൊരു കഥ കണ്ടെത്തുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാലമായിരുന്നു. അതിനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ശ്രീനിവാസന്റെ വിയോഗത്തോടുകൂടി മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെടാൻ പോണത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പിൻതലമുറ നമ്മൾ ആലോചിച്ചറിയാം. ശ്രീനിവാസനായാലും ധ്യാനായാലും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ വഴികളിലൂടെ അവരുടെ പ്രതിഭ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയൊരു ഇത് തന്നെയാണ്. നന്ദി ശ്രീ കമൽ. അദ്ദേഹമാണ് ശ്രീനിവാസനെ അനുസ്മരിച്ചത്. പ്രിയദർശന്റെയും കമലിന്റെയും സത്യനന്ദകാന്റെയൊക്കെ കൂട്ടുകെട്ടിൽ മലയാളത്തിന് സമ്മാനിച്ച എണ്ണം പറഞ്ഞ സിനിമകൾ. ശ്രീ മണിയമ്പിള്ള രാജു നടൻ ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ മണിയമ്പിള്ള രാജു, വളരെ അടുത്ത ബന്ധമാണ് താങ്കളും ശ്രീനിവാസനുമായി ഉണ്ടായിരുന്നത് എന്നറിയാം. എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ശ്രീനിവാസനെ? ഞാൻ എൻ്റെ ശ്രീനിവാസ്